ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ നീഡിലെടുക്കുമ്പോൾ നീഡിലിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാളും ഒരുപാട് വലിപ്പം ഈ ഒരു നൂല് കോർക്കുന്ന ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പം ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നീഡിലിൻ്റെ ഈ ഒരു ഭാഗത്ത് ചുറ്റിയിട്ടാണ് നമ്മൾ നോട്ടിടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് കറക്റ്റായിട്ട് നമ്മൾ ചുറ്റി കഴിയുമ്പം ഇപ്പുറത്തെ എൻഡിൽ വലിപ്പം കൂടുതലാണെങ്കിൽ ഈ നോട്ടിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു നൂല് കോർക്കുന്ന ഭാഗത്ത് വലിപ്പം ഒരുപാട് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നീഡിൽ ആദ്യം ക്ലോത്തിൻ്റെ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ നീഡിൽ ത്രെഡ് ഒരു തവണ ചുറ്റി അതിൻ്റെ തൊട്ടടുത്ത് ആദ്യം കുത്തിയെടുത്തതിൻ്റെ തൊട്ടടുത്തായിട്ട് നീഡിൽ താഴേക്ക് കുത്തണം. ആദ്യം കുത്തിയെടുത്ത് അതേ ഹോളിലേക്ക് കുത്താൻ പാടില്ല, അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുത്തണം. എന്നിട്ട് ഈ ത്രെഡ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് ഇതുപോലെ താഴേക്ക് വലിക്കണം. നമ്മൾ ആദ്യം കുത്തിയെടുത്ത സെയിം ഹോളിലേക്ക് കുത്തുവാണെങ്കിൽ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കറക്റ്റായിട്ട് വരത്തില്ല, ചിലപ്പോൾ അത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തുന്നതാണ് നല്ലത്. സെയിം ഹോളിലേക്ക് ആകാതെ ശ്രദ്ധിക്കണം. ഇതുപോലെ ത്രെഡ് ചുറ്റിയതിന് ശേഷം ഈ ലെഫ്റ്റ് ഹാൻഡും കൊണ്ട് ആ നീഡിൽ ഈ ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ത്രെഡ് ലൂസായി പോയാൽ അത് റിംഗ് നോട്ട് പോലെ ആയിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഈ ഒരു 2 ഫ്രഞ്ച് നോട്ടും ചെയ്തത് ഒരു തവണ ചുറ്റിയെടുത്തിട്ടാണ്. ഇതുപോലെ നമുക്ക് 2 തവണയോ 3 തവണയോ ഒക്കെ ചെയ്യാം. അടുത്തത് 2 തവണ നീഡിൽ ത്രെഡ് ചുറ്റിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ തന്നെ 2 തവണ ചുറ്റണം. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് നീഡിൽ താഴേക്ക് കുത്തണം. ഇതുപോലെ ഈ ഒരു ത്രെഡ് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം, ഒരുപാട് ടൈറ്റ് ചെയ്താൽ അത് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ ഒരുപാട് ലൂസാക്കാനും പാടില്ല. ഇതുപോലെയാണ് 2 തവണ ചുറ്റിയിട്ട് ചെയ്യേണ്ടത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് നീഡിൽ ത്രെഡ് 3 തവണ ചുറ്റിയിട്ടുള്ള ഫ്രഞ്ച് നോട്ടാണ്. ഒരുപാട് വലിയ ഫ്രഞ്ച് നോട്ടൊക്കെ വേണമെങ്കിൽ ത്രെഡിൻ്റെ കൗണ്ട് കൂട്ടുന്നതാണ് നല്ലത്. 3 തവണ കൂടുതലൊക്കെ ഫ്രഞ്ച് നോട്ടിന് ത്രെഡ് ചുറ്റുന്നത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതിലും വലിയ ഫ്രഞ്ച് നോട്ട് വേണമെങ്കിൽ ത്രെഡിൻ്റെ കൗണ്ട് കൂട്ടിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റിയതിന് ശേഷം നീഡിൽ താഴേക്ക് വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അതായത് നമ്മൾ നീഡിൽ ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പം താഴേക്ക് നീഡിൽ വലിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊന്ന് ലൂസാക്കി കൊടുക്കണം. ലൂസാക്കി കൊടുത്തതിന് ശേഷം നീഡിൽ താഴേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ത്രെഡിൽ പിടിച്ച് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കണം. അങ്ങനെ ചെയ്താലും കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു തവണയും കൂടെ ചെയ്യാം. ഇതുപോലെ നീഡിൽ താഴെ നിന്ന് എടുത്തിട്ട് ത്രെഡ് ലൂസാക്കി ഒന്ന് ചുറ്റി കൊടുക്കണം.
എന്നിട്ട് നീഡിൽ താഴേക്ക് വലിച്ചതിന് ശേഷം ഈ ത്രെഡിൽ പിടിച്ച് വലിച്ച് ആ നോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്കി ത്രെഡ് ഫുള്ളായിട്ട് താഴേക്ക് വലിക്കണം. ഈ രണ്ട് രീതിയിൽ ചെയ്താലും ഫ്രഞ്ച് നോട്ട് കറക്റ്റായിട്ട് തന്നെയാണ് വരുന്നത്. ആദ്യം ചെയ്ത പോലെ ട്രൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് വരാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ രണ്ട് രീതിയിൽ ചെയ്താലും ഒരുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഫ്രഞ്ച് നോട്ട് കിട്ടും. അതുപോലെ തന്നെ 2 തവണയും 3 തവണയും ചുറ്റിയിട്ടുള്ള ഫ്രഞ്ച് നോട്ടും ഈ ഒരു മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഒരു ഡിസൈൻ ഫില്ല് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ ലീഫ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഞാനൊരു സർക്കിളാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കിളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ആ ലൈൻ ഫുള്ള് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യണം. അതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ട് ശരിയാകാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. ഇതിൽ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്ന ടിപ്സ് എന്ന് പറയുന്നത്, ഒന്ന് നീഡിലിൻ്റെ ത്രെഡ് കോർക്കുന്ന ഭാഗം ഒരുപാട് വലിപ്പം കൂടാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, താഴെ നിന്ന് നീഡിൽ എടുത്തുകൊണ്ട് വന്ന് സെയിം ഹോളിലേക്ക് രണ്ടാമത് മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഫ്രഞ്ച് നോട്ട് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നീഡിൽ താഴേക്ക് വലിക്കുന്നതിന് മുമ്പ് തന്നെ ടൈറ്റ് ചെയ്തിട്ട് താഴേക്ക് വലിക്കാം. അതല്ലെങ്കിൽ നീഡിൽ താഴേക്ക് വലിച്ചതിന് ശേഷം ത്രെഡ് വലിച്ച് ആ ഒരു നോട്ട് ടൈറ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ ഫ്രഞ്ച് നോട്ടാണ് വേണ്ടതെങ്കിൽ ഒരുപാട് തവണ ചുറ്റിയെടുക്കുന്നതിനേക്കാളും നല്ലത് ത്രെഡിൻ്റെ കൗണ്ട് കൂട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് എല്ലാവരും ഫ്രഞ്ച് നോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.